ഈ കോഴിക്കോട് നിലയത്തിലെ ആകാശവാണിയുടെ പ്രാദേശിക വാർത്താ വിഭാഗം തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള നീക്കം ശക്തമായിട്ടുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ഒരു സമൂഹത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ വളരെ പങ്കുവച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആകാശവാണി. മലബാറിന്റെ ഒരുപാട് വാർത്തകളും അതുപോലെ പ്രത്യേക ശൈലിയും സംസ്കാരമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മൊത്തമായിട്ട് നമുക്കില്ലാതായി. കോഴിക്കോടിന്റെ ഗതകാലത്തിലുള്ള എല്ലാ സാംസ്കാരിക നായകന്മാരും ഇടപെട്ട ഒരു മേഖലയാണ് കോഴിക്കോട് റേഡിയോ നിലയം. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ആകാശവാണിക്ക് മുന്നിലാണ്. കോഴിക്കോട് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം സംരക്ഷണം നിർത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കോഴിക്കോട്ടെ ആകാശവാണിയുടെ ശ്രോതാക്കൾ എല്ലാവരും ഇതിൽ വലിയ വിഷമത്തിലും പ്രതിഷേധത്തിലുമാണ്. ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോഴിക്കോട് ആകാശവാണി ലിസണേഴ്സ് ഫോറം ഇന്ന് കോഴിക്കോട് ആകാശവാണിക്ക് മുന്നിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നിങ്ങളുടെ സാഹചര്യം എന്താണ്? ഈ കോഴിക്കോട് നിലയത്തിലെ ആകാശവാണിയുടെ പ്രാദേശിക വാർത്താ വിഭാഗം തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള നീക്കം ശക്തമായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മലബാറിന്റെ ശബ്ദം കേൾക്കാതെ വരും. മാത്രമല്ല, മലബാറിന്റെ പല പരിപാടികളും അപ്രസക്തമാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 60 വർഷത്തിലേറെയായി പ്രക്ഷേപണം ചെയ്തു വരുന്ന പ്രാദേശിക വാർത്ത കോഴിക്കോട് നിലയത്തിൽ തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റേഡിയോ ലിസണേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആകാശവാണി പരാതി നൽകിയിരുന്നു? ഞങ്ങൾ ആകാശവാണിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ MP-മാർക്കും MLA-മാർക്കും ഒരുപാട് നിവേദനങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കൊക്കെ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെയും പ്രസാർ ഭാരതിയുടെയും ശ്രദ്ധയിൽ വരണമെങ്കിൽ ഒരു ജനകീയ മുന്നേറ്റം തന്നെ ഉണ്ടാവണം. അല്ലാതെ യാതൊരു കാരണവശാലും നമുക്കിതോടെ നിലനിർത്താൻ പറ്റൂല. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുള്ള സമീപനം അവരൊക്കെ വളരെ നല്ല രീതിയിലാണ് പറയുന്നത്. കാരണം അവർക്കൊക്കെ അറിയാം ഇതിന്റെ പ്രാധാന്യം അറിയാം. അതുകൊണ്ട് തന്നെ അവരൊക്കെ നല്ല രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവരും ഇത് നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. ഇത് കോഴിക്കോട് ഈ പ്രാദേശിക വാർത്താ വിഭാഗം കോഴിക്കോടും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് മലബാറിന്റെ ഒരുപാട് വാർത്തകളും അതുപോലെ പ്രത്യേക ശൈലിയും സംസ്കാരമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മൊത്തമായിട്ട് നമുക്കില്ലാതായി. തിരുവനന്തപുരത്ത് വരുന്ന വാർത്തകളിൽ പൂർണ്ണമായിട്ട് മലബാറിന്റെ ഒരു ശബ്ദം ഇല്ലാത്തൊരവസ്ഥയിലേക്കും പോകും. അപ്പൊ ആ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനാണ് മുമ്പ് ഈ പ്രാദേശിക വാർത്തകൾ ഇവിടുന്ന് കോഴിക്കോട് തുടങ്ങിയത് 60 വർഷം മുമ്പ്. അത് അതേപോലെ തന്നെ ആ തനിമ നിലനിർത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ പ്രതിഷേധം ഫലം കാണുന്നുള്ള പ്രതീക്ഷയാണ് എന്നാണ് തീർച്ചയായും വേണം. കാരണം ഇതിനു മുമ്പ് 2-3 തവണ ഇങ്ങനെ ഒരു നീക്കം വന്നതാണ്. ഇത്ര ശക്തമായിട്ടില്ലെങ്കിലും അന്ന് ആ നീക്കം ഇതുപോലെ പ്രതിഷേധം കൊണ്ട് ഇല്ലാതായി പോയിട്ടുണ്ട്. ഫലം കാണുന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ആകാശവാണിയുടെ മുമ്പിൽ പ്രതിഷേധം ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ആകാശവാണി. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ഒരു സമൂഹത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ വളരെ പങ്കുവച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആകാശവാണി. അപ്പം അത്തരം ആകാശവാണി ഇവിടുന്ന് ഭരിച്ച് മറ്റൊരു മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ ഒന്നാമത് അവിടുത്തെ ജീവനക്കാരുടെ തൊഴിലില്ലാത്തൊരു പ്രശ്നം, പിന്നെ ഒരു സംസ്കാരമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഒരു സാമൂഹ്യ ബോധവും സംസ്കാരവുമുള്ള ഒരു കലയുടെ വലിയൊരു സംസ്കാരം മാറ്റിവെക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കോഴിക്കോടൻ ജനത നില പൊതുവെ പൊതുസമൂഹത്തിന് വേദനാജനകമാണ്. അപ്പം അത് പാടില്ല എന്നുള്ള നിലക്കാണ് ഈ സാംസ്കാരിക പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചത്. ബാക്കി നമ്മുടെ കോർഡിനേറ്റർ സുധീഷ് സംസാരിക്കും. കോഴിക്കോട് ആകാശവാണി നിലയം എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുകയാണെങ്കിൽ കോഴിക്കോടിന്റെ ഗതകാലത്തിലുള്ള എല്ലാ സാംസ്കാരിക നായകന്മാരും ഇടപെട്ട ഒരു മേഖലയാണ് കോഴിക്കോട് റേഡിയോ നിലയം. അത് കെ കൊടുങ്ങല്ലൂർ മുതൽ ആരംഭിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ P ഭാസ്കരനായാലും K രാഘവൻ മാഷായാലും അങ്ങനെ മലയാളത്തിന്റെ തലയെടുപ്പുള്ള എല്ലാ സാംസ്കാരിക പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും ഒരു കാലത്തെ താവളായ കോഴിക്കോട് ആകാശവാണി നിലയം പറിച്ചു മാറ്റപ്പെടുക എന്നതിനർത്ഥം കോഴിക്കോടിന്റെ ചരിത്രത്തെ ഇവിടുന്ന് പറിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഇതൊരിക്കലല്ല. ഇതിനു മുമ്പായിക്കൊണ്ട് കോഴിക്കോട് മിഠായിത്തെരുവിന് സമീപം നിലനിന്നിരുന്ന ഹജൂർ കച്ചേരി, കോഴിക്കോടിന്റെ യഥാർത്ഥ തലസ്ഥാനം ഏതായിരുന്നുവെന്ന് വരും തലമുറക്ക് ചൂണ്ടിക്കാണിക്കാൻ പാകത്തിലുണ്ടായിരുന്ന ആ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റപ്പെടുമ്പം എന്തുകൊണ്ടോ അന്ന് പാലിച്ച മൗനം ഇനിയും തുടരാൻ കോഴിക്കോടത്തെ സാംസ്കാരിക ലോകം തയ്യാറല്ല എന്നതിന്റെ സൂചനയാണ് ഈ സമരത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയം.